സ്വാഗതം. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ് കാണിക്കുന്നത്. അതിനായി വെട്ടി കഷ്ണങ്ങളാക്കിയ 1.5 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് കഴുകി വൃത്തിയാക്കാം. മീൻ കഴുകി വൃത്തിയാക്കി ഇനി നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ മസാല അതിൽ ഓരോന്നിലും തേച്ച് പിടിപ്പിക്കാം. ഫിഷ് ഫ്രൈ മസാലയുടെ വീഡിയോ ഇനിയും കാണാത്തവർക്ക് കാണാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മസാല ഒരു 2-3 മണിക്കൂർ മുമ്പ് തേച്ച് വെച്ചാൽ നല്ലത്. അല്ലെങ്കിൽ രാത്രി തേച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ മീനിൽ നല്ലപോലെ പിടിക്കും. മസാലയെല്ലാം തേച്ച് കഴിഞ്ഞ് ഒരു 2-3 കഷ്ണം മാറ്റി വയ്ക്കുക. അതെന്തിനാണെന്ന് ലാസ്റ്റ് പറയാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് മസാല പുരട്ടി വെച്ച മീനാണ്. ഇതിൽ 3 എണ്ണം മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള മീനുകൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇടുക. ഒരു സൈഡ് ചെറുതായിട്ട് മുരിയുമ്പോൾ മറിച്ചിടുക. നല്ലപോലെ മുരിയണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതുപോലെ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മസാലയ്ക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 6 ഇടത്തരം സവാള നീളത്തിലരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 10-15 ചെറിയുള്ളി. അതിനുശേഷം ചൂടായ പാനിലേക്ക് ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ഒഴിക്കുക. പൊരിച്ച എണ്ണ തന്നെ ഒഴിക്കുമ്പോൾ മസാലയ്ക്ക് ടേസ്റ്റ് കൂടും. അതിനോടൊപ്പം ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. സവാള വേഗം വഴറ്റി കിട്ടാൻ 1 ടീസ്പൂൺ ഉപ്പിടുക. ഇനി ആവശ്യമായത് 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, 10-20 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി ചതച്ചത്. ഇനി ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി ഇട്ടാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇടുക. പച്ചമുളക് ചതച്ചത് ഇടുക. കുറച്ച് വലുപ്പമുള്ള പാനാണെങ്കിൽ മീൻ പൊടിയാതെ നിരത്തിയിടാൻ എളുപ്പമായിരിക്കും. ഏതാണോ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. ഉള്ളി എത്രത്തോളം വഴറ്റുന്നുവോ അത്രയും ടേസ്റ്റ് മസാലയ്ക്ക് കൂടും. ഇനി തക്കാളി ഇടാം. എന്നിട്ട് ഇളക്കുക. ഇത് വീട്ടിലുണ്ടായ പുതിന ഇലയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന ഇലയുടെ ഒരു തണ്ട് മതി, കുറേ ഉണ്ടാകും. എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാം. ഒട്ടും തന്നെ വിഷം ചേർക്കാത്ത ഇല കിട്ടും. സവാളയും തക്കാളിയും ഒക്കെ നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 പിടി മല്ലിയിലയും പിന്നെ പുതിന ഇലയും ഇടുക. 1/2 കപ്പ് തൈര് ചേർക്കുക. പുളി കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചുകൂടി തൈര് കൂട്ടാം. നേരത്തെ പച്ചമുളക് ചതച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക.
അതും കൂടി മസാലയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇത് നമ്മൾ ആദ്യം മാറ്റി വെച്ച മീൻ കഷ്ണങ്ങളാണ്. ഇത് കട്ട് ചെയ്ത് മസാലയിലേക്ക് ചേർത്ത് ഇളക്കുക. എന്നിട്ട് മൂടുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇളക്കുക. മീൻ പൊടിഞ്ഞാലും കുഴപ്പമില്ല. മീൻ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ സത്ത് മസാലയിലേക്ക് ഇറങ്ങും. അപ്പോൾ ടേസ്റ്റും കൂടും. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി മൂടുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച മീൻ മസാലയുടെ മുകളിൽ നിരത്തി വയ്ക്കുക. മീൻ കഷ്ണങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ ഇതേപോലെ മസാല അതിൻ്റെ മുകളിലേക്ക് നിരത്തണം. ഇനി ഫ്ലെയിം സിമ്മിലാക്കി ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കണം. മൂടി തുറന്ന് കുറച്ച് വേപ്പില ഇടുക. ഇപ്പോൾ തന്നെ നല്ല മണം വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഈ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ 2-3 സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 2-3 ഗ്രാമ്പൂ, 2-3 പട്ട, പിന്നെ 3-4 ഏലക്ക എന്നിവ ഇട്ടുക. ഇത് 1.5 കിലോ കഴുകി വാരിയ ജീരകശാല അരിയാണ്. അത് ഇതിലേക്ക് ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിന് വേണം ഒഴിക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടുക. ഇടയ്ക്ക് തുറന്ന് നോക്കുക. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി മൂടുക. കുറച്ച് വേപ്പില ഇടാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചോറ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. മുകളിലെ ചോറ് നീക്കിയതിന് ശേഷം അടിയിലെ ചോറ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. സൈഡിലേക്ക് മാറ്റിയ ചോറ് നിരത്തിയിടുക. എന്നിട്ട് മസാല അതിൻ്റെ മുകളിൽ നിരത്തിയിടുക. നല്ല കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ മുകളിൽ ബിരിയാണി പോട്ട് വയ്ക്കുക. ഇത് നേരിട്ട് ഫ്ലെയിമിൽ വെച്ചാൽ പോട്ടിൻ്റെ അടിയിൽ പിടിക്കും. മസാലയുടെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കുക. പൊരിച്ചു കോരിയ സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും ഇടുക.
അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചോറ് ഇതേപോലെ നിരത്തിയിടുക. ഇത് കുങ്കുമപ്പൂ ഇട്ട് വെച്ച പാലാണ്. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ചൂടുള്ള പാലിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാലും മതി. അതും ചോറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. പിന്നെ പൊരിച്ചു കോരിയ സവാള ഇടുക. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇടുക. ഒരു നുള്ള് ഗരം മസാല കൂടി ചേർക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി മൂടി വയ്ക്കുക. ഒരു അലൂമിനിയം ഫോയിൽ ഇതേപോലെ ചുരുട്ടി ഈ ഹോളിൽ വെച്ച് അടയ്ക്കുക. അടുത്തതായി ബിരിയാണിയുടെ ഒപ്പം കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 നെല്ലിക്ക കഷ്ണങ്ങളാക്കിയത്, 5-6 ചെറിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് തേങ്ങായും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡി. ഇനി സാലഡ് തയ്യാറാക്കാം. ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ സുർക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കൈകൊണ്ട് നന്നായി തിരുമുക. അങ്ങനെ സാലഡും റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ബിരിയാണി വിളമ്പാം. ഇതേപോലെ ചോറ് ഒരു സൈഡിലേക്ക് മാറ്റി മീൻ പൊടിയാതെ സാവധാനം സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ നെയ്മീൻ ബിരിയാണി റെഡി. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഹയാസ് വേൾഡിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല റെസിപ്പീസ് പരിചയപ്പെടാൻ അതും കൂടി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക് യു.